മഹാനായ അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ സുബ്ഹാനല്ലാഹ് ഉമ്മു സുലൈം റളിയല്ലാഹു അൻഹാ. മകന് സുഖല്ല. അപ്പോൾ മകന്റെ ശുശ്രൂഷയിൽ ഉമ്മയും ബാപ്പയും നിരതരാകുന്നു. മക്കളെ പോറ്റുന്നതിൽ വലിയ താല്പര്യമില്ലേ ബാപ്പാക്കും ഉമ്മാക്കും. പക്ഷെ മക്കൾ വലുതായ ചിലപ്പോ അതൊന്നും ഓർമ്മ ഉണ്ടാവില്ല. അങ്ങനെയായി പോകാൻ പാടില്ല ചെറുപ്പക്കാരെ. പ്രായമുള്ള മാതാപിതാക്കളാകുമ്പോ അവരെ മനസ്സിന് ക്ലേശമുണ്ടാക്കുന്ന ഒരു അക്ഷരം പറഞ്ഞു പോകാൻ പാടില്ല. അല്ല തെൻഹർഹുമാ, വിരട്ടുന്ന ശൈലിയിൽ അവരോട് സംസാരിക്കാൻ പാടില്ല. എന്നെ കൊണ്ടാവൂല, എന്നോട് പറയണ്ട, എന്താ ജ്യേഷ്ഠനോട് പറഞ്ഞാല്, എന്താ അനുജനോട് പറഞ്ഞാല് ഞാൻ തന്നെ എടുക്കണോ, ഇങ്ങനത്തെ ചോദ്യമൊന്നും മക്കൾ ചോദിക്കാൻ പാടില്ല. അല്ല തെൻഹർഹുമാ വഖുല്ലഹുമാ ഖൗലൻ കരീമ, താഴ്മയോടെ സംസാരിക്കണം ബാപ്പാനോടും ഉമ്മാനോടും. അവർക്ക് വിധേയപ്പെടണം, അവരെ അനുസരിക്കണം, അവരെ അംഗീകരിക്കണം. അള്ളാഹുവിന്റെ പൊരുത്തത്തിനെതിരായ കാര്യം പറഞ്ഞാൽ അനുസരിക്കണം. ഒരു ചങ്ങായി വാപ്പ ജമാഅത്ത് ഇസ്ലാമിക്കാനല്ല വഹാബിയാണ് അല്ലെ സലഫിയാണ്, മോനോട് വഹാബിയാൻ പറഞ്ഞ അവനാണ്ട. കാരണം ഓന്റെ സ്വർഗത്തിൽ ഇയാൾ പോകില്ല. അവന്റെ ഈമാൻ നഷ്ടപ്പെടുത്തിക്കൂടാ. ബാപ്പയല്ലേ പറയുന്നത് വിചാരിച്ച് സ്വീകരിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ദീനിനെതിരായി അള്ളാഹുവിനെതിരായി ആര് പറഞ്ഞാലും സ്വീകരിച്ചു. മാതാപിതാക്കളോട് ബഹുമാനവും ആദരവും വേണം. പാപ്പ ഉമ്മയുടെ സ്നേഹവും കാരുണ്യവും എന്ന് വേറെ തന്നെയാണ്. അതുകൊണ്ടാണ് അവർക്ക് കാരുണ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഖുർആൻ പറഞ്ഞത്. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. അബൂ തൽഹ റളിയല്ലാഹു അൻഹു മകനെ പരിചരിക്കുന്നു, അതേ മകന് ഉമ്മയും പരിചരിക്കുന്നു. അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന് ഒന്ന് പുറത്തു പോകേണ്ട ആവശ്യം വന്നു. പുറത്തു പോകുമ്പോൾ മകന്റെ കാര്യമൊക്കെ ഭാര്യനെ ഏൽപ്പിച്ച് പോയതാ. പോയപ്പോൾ ആ മകൻ അങ്ങ് മരിച്ചുപോയി. ആ മകൻ മരിച്ചുപോയി. സഹീഹുൽ ബുഖാരിയിലുള്ള ഹദീസാണ്. മകൻ മരിച്ചുപോയി. ഉമ്മ എന്താ ചെയ്തത്? ഉമ്മ നെഞ്ഞത്തടിച്ചോ? ഇല്ല. കാരണം ഉമ്മ ഷിയാക്കൾ പെട്ടല്ല, ഷിയാക്കളെ പരിപാടി നെഞ്ഞത്തടിക്കും. സുബ്ഹാനല്ലാഹ്. മുഹറം 10 ആയാലും അല്ലെ മുഹറം മാസം ആയാൽ പിന്നെ നെഞ്ഞത്തടി കൊടുക്കും. എന്താ ഇവർക്കൊരു നെഞ്ഞത്തടി? അത് ദീനിനായി അംഗീകരിക്കുന്നില്ല. അവര് ഖുർആനും ഹദീസും സ്വീകരിക്കുന്നില്ല. അവരവരുടെ വകയിൽ മതം ഉണ്ടാക്കുകയാണ്. അതുകൊണ്ട് തന്നെ ആളുകടുത്ത പിഴച്ച സാധനമാണ് ഷിയാക്കൾ. അവരിങ്ങനെ നെഞ്ഞത്തടിക്കുന്നു. അതിനാരെങ്കിലും ചിലപ്പോൾ വിവരമില്ലാത്തവൻ പറയും ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു വേണ്ടാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെടുന്നതിന് മുമ്പ് സുബ്ഹിസ്കാരത്തിന് ഇമാമത്തിക്ക് മുമ്പ് കൊല്ലപ്പെട്ടു പോയതാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ തലവെട്ടി കൊണ്ടുപോയതാണ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ. പള്ളിയിൽ നിസ്കരിക്കാൻ സുബ്ഹിക്ക് വരുമ്പോ സുന്നത്ത് ജമാഅത്തിന്റെ വിരോധികൾ തലവെട്ടി കൊന്നു കളഞ്ഞതാണ് അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു അൻഹുവിനെ. അവിടെ ഒന്നും നെഞ്ഞത്തടിയില്ലാത്ത ഹുസൈൻ റളിയല്ലാഹു അൻഹു മാത്രം നെഞ്ഞത്തടി. അത് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ സ്നേഹമൊന്നുമില്ല, അത് രാഷ്ട്രീയമാണ്. അതൊരു രാഷ്ട്രീയമാണ്, അത് ദീനല്ല. ഇരിക്കട്ടെ, അത് അള്ളാഹുവിന്റെ ദീനിനനുസരിച്ചുള്ള പ്രവൃത്തിയുമല്ല. അതിലേക്ക് ഇപ്പൊ ഞാൻ കടക്കുന്നില്ല. ഇപ്പൊ ഉണ്ട് ചില ആളുകൾക്ക് ഈ ട്രംപിനോട് കുറച്ച് നെഞ്ഞൂക്കോടെ ഷിയാക്കൾ നിൽക്കുന്നതാണ്. ഷിയാക്കളോട് ഒരു സ്നേഹം തുടങ്ങുന്നുണ്ട്. അത് ഉണ്ടാകാൻ പാടില്ല. ഷിയാക്കൾ ഒരിക്കലും ഒരു മുസ്ലിമായ മനുഷ്യൻ സ്നേഹിക്കാൻ പാടില്ല. പുത്തൻവാദികളെ സ്നേഹിക്കുന്നവൻ ഈമാൻ ഉണ്ടാവില്ല, ഈമാനോടെ മരിക്കില്ല. വളരെ ഗൗരവത്തോടെ കാണണം. അത് ഷിയാക്കളായാലും ശരി, സെൽഫികളായാലും ശരി, ജമാഅത്ത് ഇസ്ലാമിയായാലും ശരി, ആരായാലും ശരി. ഓ സുഹൃത്തുക്കളെ, അത് ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാ. എന്താ ഹദീസ്? പുത്തനാശയക്കാരനായാൽ അല്ലെ പുത്തനാശയക്കാരനാണോന്നില്ല, അവനെ ചേർത്ത് പിടിച്ചാൽ അലൈഹി ലഅനത്തുല്ലാഹ്, അവൻ അള്ളാന്റെ ലഅനത്താണ്. വൽ മലായിക, മലക്കുകളുടെ ലഅനത്തുമാണ്. വന്നാസി അജ്മഈൻ, എല്ലാ നല്ല മനുഷ്യന്മാരുടെ ലഅനത്തുമാണ്. ലാ യഖ്ബലുല്ലാഹു മിൻഹു സർഫൻ വലാ അദ്ല, അവന്റെ ഒരൊറ്റ ഫർദും സുന്നത്തും അല്ലാഹ് ഖബൂൽ ചെയ്യൂല. ആരെ? ആള് സുന്നി തന്നെയാണ്, പക്ഷെ പുത്തൻവാദിയായിട്ട് ഭയങ്കര അടുപ്പാണ്. അങ്ങനത്തെ ഫർദും സുന്നത്തും അല്ലാഹ് ഖബൂൽ ചെയ്യൂല. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. അപ്പൊ ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, മഹാനായ അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ ഉമ്മു സുലൈം ബീബി റളിയല്ലാഹു അൻഹാ നെഞ്ഞത്തടിക്കുന്നില്ല, നിലത്ത് വീട് ഉരുളുന്നില്ല, തലമുടി പറിച്ച് കീറുന്നില്ല, കുപ്പായത്തിന്റെ മാറ് കീറുന്നില്ല, നിലവിളിക്കുന്നില്ല. മരണപ്പെട്ട കുട്ടിയെ നന്നായി കുളിപ്പിച്ച് വൃത്തിയാക്കി കൊണ്ടുപോയി ഒരു സ്ഥലത്ത് കിടത്തുന്നു. പിന്നെ ചെയ്ത പണി എന്താണെന്നറിയോ ഉമ്മമാരെ? അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്, അല്ലാഹനെ ഓർക്കുമ്പോഴാ മനസ്സിന് സമാധാനം എന്ന് പറഞ്ഞില്ലേ? പിന്നെ ചെയ്ത പണി എന്താണ്?
അടുക്കളയിലേക്ക് പോയി ഭർത്താവിന് ഭക്ഷണം പാകം ചെയ്യുകയാണ്. സുബ്ഹാനല്ലാഹ്. ആ കുട്ടി മരിച്ചു കിടക്കുമ്പോ അതേ ഭർത്താവ് എന്നാൽ ഭക്ഷണം കൊടുക്കാൻ ഭക്ഷണം പാകം ചെയ്യാണ്. ആ ഭക്ഷണം പാകം ചെയ്ത് കൊണ്ടുപോയി സൂക്ഷിക്കുകയാണ്. അല്പം കഴിഞ്ഞ് ഭർത്താവ് രാത്രിയിൽ വരികയാണ്. വന്ന ഉടനെ കുട്ടിയുടെ വിവരം അന്വേഷിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, നമ്മളെ നാട്ടിലെ സ്ത്രീകളാണെങ്കിലോ ഭർത്താവ് കയറി വരുമ്പോ പോയി അതാ അണച്ച് കൂട്ടിപ്പിടിച്ച് നിലവിളിക്കൂലേ. ഈമാൻ കൽബിൽ നന്നായി ഉറച്ചു നിറഞ്ഞപ്പോൾ വല്ലദീന സബറു ഇബ്തിഗാ വജ്ഹി റബ്ബിഹിം, അല്ലാഹുവിന്റെ പൊരുത്തത്തിനെ കരുതിയുള്ള ക്ഷമയാണ് കേട്ടോ. ഉമ്മു സുലൈം ബീവി റളിയല്ലാഹു അൻഹാ, അബൂ തൽഹ തങ്ങൾ ചോദിക്കുന്നു, നമ്മളെ സുഖമില്ലാത്ത കുട്ടി എന്തായി? ആ ഉമ്മയുടെ മറുപടി, സുഖമായിട്ട് കിടക്കുകയാണ്, സുഖമായിട്ട് കിടക്കുകയാണ്. ശരിയാണല്ലോ, ഇനി വേദന സഹിക്കണ്ടല്ലോ, സുഖമായിട്ട് കിടക്കുകയാണല്ലോ. അപ്പൊ പിന്നെ ഭർത്താവിന് വലിയ സമാധാനമായി. ഭക്ഷണം കൊണ്ടുപോയി മുന്നിൽ വെച്ചു കൊടുക്കുന്നു. ഭർത്താവ് ഭക്ഷണം കഴിക്കുന്നു. എല്ലാം കഴിഞ്ഞതിന് ശേഷം ഭർത്താവിന്റെ കൂടെ സ്വകാര്യ റൂമിലേക്ക് കിടക്കാൻ പോകുന്നു. അപ്പുറത്തെ റൂമിൽ മയ്യിത്ത് കിടക്കുന്നുണ്ട് കേട്ടോ. ആ മഹദിയുടെ ക്ഷമയൊന്ന് ആലോചിച്ചു നോക്കൂ. അതേ സമീപത്ത് ചെന്ന് കിടക്കുന്നു. ഭർത്താവും ഭാര്യയും തമ്മിൽ സാധാരണ നടക്കുന്നത് പോലെയുള്ള എല്ലാ സന്തോഷങ്ങളും പങ്കിടുന്നു. അവർ തമ്മിൽ ലൈംഗിക ആസ്വാദനം വരെ നടക്കുന്നു. അതുവരെ ഭർത്താവിനോട് കുട്ടി മരിച്ച വിവരം പറഞ്ഞില്ല. എല്ലാം കഴിഞ്ഞ ശേഷം ഭർത്താവിനോടൊരു ചോദ്യമാണ്. അല്ലയോ ഭർത്താവേ, ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ? ചോദിച്ചോളൂ. എന്താ ചോദ്യം? ഉടമസ്ഥനായ ഒരാള് അദ്ദേഹത്തിന്റെ ഒരു വസ്തു നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി തന്നാൽ ആ വസ്തു കാലം കുറെ ഉപയോഗിച്ച് കുറച്ച് കഴിയുമ്പോൾ ഉടമസ്ഥൻ തിരിച്ചു ചോദിച്ചാൽ അത് തിരിച്ചു കൊടുക്കേണ്ടതുണ്ടോ? ഉടമസ്ഥൻ ചോദിക്കുമ്പോ തിരിച്ചു കൊടുക്കണമെന്ന് പറയാനുണ്ടോ? അങ്ങനെ തിരിച്ചു ചോദിക്കുമ്പോൾ, തിരിച്ചു കൊടുക്കുമ്പോൾ മനസ്സിന് വലിയ ടെൻഷൻ ഉണ്ടാകാൻ പാടുണ്ടോ? അതിനെന്ത് ടെൻഷനാണ്? ഉടമസ്ഥൻ തന്നത് അയാൾ ചോദിക്കുമ്പോ സന്തോഷത്തോടെ തിരിച്ചു കൊടുക്കണ്ടേ? മറുപടി കിട്ടിയപ്പോൾ പറയാണ്, എന്നാ ഭർത്താവേ, ഉടമസ്ഥനായ റബ്ബ് നമുക്ക് സന്തോഷത്തിന് തന്ന നമ്മുടെ മകനുണ്ടല്ലോ, ആ മകനെ ഉടമസ്ഥനായ റബ്ബ് തിരിച്ചു ചോദിച്ചിരിക്കുന്നു. ടെൻഷൻ അടിക്കാമോ? അബൂ തൽഹ റളിയല്ലാഹു അൻഹു ഞെട്ടിപ്പോയി. ഇതെന്തൊരു ക്ഷമയുള്ള പെണ്ണാണ്, ഇതെന്തൊരു മനക്കരുത്താണ്. അബൂ തൽഹ റളിയല്ലാഹു അൻഹു ഞെട്ടിപ്പോയി. ഇരിക്കട്ടെ, പിറ്റേ ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സമീപത്ത് വന്ന് നടന്ന സംഭവങ്ങൾ കൃത്യമായി അങ്ങ് വിവരിച്ചപ്പോൾ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, ഓ അബൂ തൽഹ, നിങ്ങളെ ഭാര്യയുടെ ആ വല്ലാത്ത ക്ഷമയുണ്ടല്ലോ, പടച്ചവനെ സ്നേഹിച്ചുകൊണ്ടുള്ള ക്ഷമ, പടച്ചവനിൽ മനസ്സ് തിരിച്ചുകൊണ്ടുള്ള ക്ഷമ, ആ ക്ഷമ കാരണത്താൽ ഇന്നലത്തെ രാത്രിയിൽ നിങ്ങൾക്ക് അല്ലാഹു തആല വലിയ ബറക്കത്തുള്ളൊരു കുട്ടിയെ തന്നു കഴിഞ്ഞിരിക്കുന്നു. ആ കുട്ടിയാണ് സുഹൃത്തുക്കളെ, അതാ അബൂ തൽഹ റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യ പിന്നീട് പ്രസവിച്ച അബ്ദുല്ലാഹി ഇബ്നു അബീ തൽഹ. ഇമാമികൾ രേഖപ്പെടുത്തിയത് കാണാം. ആ അബ്ദുല്ലാഹി ഇബ്നു അബീ തൽഹ തങ്ങളുടെ പരമ്പര എത്രയോ പരമ്പര ഹാഫിളീങ്ങളായ വലിയ മഹാപണ്ഡിതന്മാരായിരുന്നു. വല്ലാത്ത ബറക്കത്തുള്ള പരമ്പരയായിരുന്നു.
ആ അബ്ദുള്ള എന്ന ചെറിയ കുട്ടിയെ എടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമീപത്ത് ചെന്നപ്പോ ഈത്തപ്പഴം എടുത്ത് അവിടുത്തെ വായിലേക്കിട്ട് ഒന്നൽപ്പം ചവച്ചതിന് ശേഷം അവിടുത്തെ ബറക്കത്താക്കപ്പെട്ട ഉമിനീര് ചേർത്ത് ആ കുട്ടിക്ക് നബി തങ്ങൾ അതാ മധുരം തൊട്ടുകൊടുക്കുന്നു. ഞാനിത് പറഞ്ഞത് അള്ളാഹുവിലേക്ക് ഖൽബ് തിരിച്ചാൽ പിന്നെ ടെൻഷനില്ല. അള്ളാഹുവിലേക്ക് ഖൽബ് തിരിച്ചാൽ പിന്നെ ഒരു പ്രശ്നവുമില്ല, സന്തോഷം തന്നെയാണ്. അതാണ് അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അവർക്ക് ദുഃഖവും ഇല്ല, പ്രശ്നവും ഇല്ല, ഒരു പ്രയാസവും ഇല്ല. ഞാൻ എന്റെ വാക്കുകൾ നിർത്തട്ടെ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം. ദൂരെ നിൽക്കുന്നവർക്ക് സദസ്സിലേക്ക് വരണം. സുൽത്താനുൽ ആരിഫീൻ അഹ്മദുൽ കബീർ റിഫാഇ ഖദ്ദസല്ലാഹു സിർറുൽ അസീസ് ഒരാൾ ചീത്ത വിളിച്ചിട്ടൊരു കത്തയച്ചു. വിളിച്ച ചീത്തയാണ്. അവസാനം പറഞ്ഞു എന്തെല്ലാം വിളിച്ചത്? യാ ആവർ എടാ കോങ്കണ്ണ, യാ ദജ്ജാൽ എടാ ദജ്ജാലെ, ഇങ്ങനെയൊക്കെയാണ് റിഫായി ശൈഖിന് അയച്ച കത്തിലുള്ളത്. അങ്ങനെ എല്ലാ തോന്നിവാസവും വിളിച്ചിട്ട് കത്തയച്ചു. പറഞ്ഞു അവസാനം ഡേഷിന്റെ മകൻ ഡേഷേ എന്ന് വരെ വിളിച്ചു. സുബ്ഹാനല്ലാഹ്. ഈ കത്ത് കണ്ടിട്ട് ദേഷ്യം പിടിച്ചോ? ഇല്ല. ഈ കത്ത് കണ്ട് യാതൊരു ചൂടുമായില്ല. കാരണം ഇത് അള്ളാഹുവിന്റെ സൃഷ്ടിയാണ്. അയാൾക്ക് അങ്ങനെയാണ് തോന്നിയത്. ഞാന് അങ്ങനെയൊക്കെ ആണോ അല്ലേ എന്നുള്ളതൊക്കെ അല്ലല്ലേ നോക്കണ്ടേ, അയാളല്ലല്ലോ. അതിന് ഞാൻ പേടിക്കണ്ടോ ഇല്ലല്ലോ. അയാൾ എന്ത് പറഞ്ഞാൽ എന്താ ഇവിടെ? റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് ഒരു മറുപടി എഴുതി. ആ മറുപടിയിൽ എഴുതിയത് എന്താണ്? അതേ മറുപടിയിൽ എഴുതിയത്, നിങ്ങളെ കത്ത് ഞാൻ വായിച്ചു, ഞാൻ നന്നാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം, ഞാൻ നന്നാകാൻ നിങ്ങൾ പ്രാർത്ഥിക്കണം. നിങ്ങളെ കത്ത് ഞാൻ വായിച്ചു, എന്റെ റബ്ബിനടുക്കലാണല്ലോ എന്റെ എല്ലാ നിയന്ത്രണങ്ങളും. സുബ്ഹാനല്ലാഹ്. ആ കത്ത് തിരിച്ചു കിട്ടിയപ്പോൾ ആ ചീത്ത എഴുതിയ മനുഷ്യൻ ചിന്തിക്കുകയാണ്, ഇതെന്തൊരു മഹാനാണ്, എന്തൊരു ക്ഷമയാണ്, ഒരു വൈരാഗ്യവുമില്ല, വിദ്വേഷമില്ല, വെറുപ്പില്ല, തെളിഞ്ഞ മനസ്സാണല്ലോ. റളിയല്ലാഹുവിന്റെ മുമ്പിൽ വന്ന് അദ്ദേഹം മാപ്പ് പറയുന്നു, പൊരുത്തപ്പെടിയിക്കുന്നു. സുഹൃത്തുക്കളെ, നമ്മുടെ ഖൽബ് നന്നാക്കണം, ഖൽബ് അല്ലാഹുവിലേക്ക് തിരിക്കണം. യൗമ ലാ യൻഫഉ മാലും വലാ ബനൂൻ ഇല്ലാ മൻ അത്തല്ലാഹ ബിഖൽബിൻ സലീം. ക്ലിയറായ മനസ്സുമായി റബ്ബിനെ സമീപിക്കുന്നവർക്കാണ് എല്ലാ ഉപകാരങ്ങളും. മക്കളെ കൊണ്ടും സമ്പത്ത് കൊണ്ടും ഏതുപകാരം കിട്ടണമെങ്കിലും ഖൽബ് ശുദ്ധിയാകണം. വെറുപ്പുണ്ടാകരുത്, അസൂയ ഉണ്ടാകരുത്, വിദ്വേഷം ഉണ്ടാകരുത്, കിബിറുണ്ടാകരുത്. അതേ നല്ല മനസ്സായിരിക്കണം. അതോടുകൂടി അള്ളാഹു കൽപ്പിച്ചത് കൃത്യമായി എടുക്കണം. 5 നേരം കൃത്യമായി നിസ്കരിക്കണം. സുബ്ഹി ഖളാക്കി കിടന്നുറങ്ങരുത്. ഒരു നിസ്കാരവും ഒരു തിരക്കിലും ഖളാക്കരുത്. ഏത് കല്യാണ തിരക്കിലും ദുഹർ കൃത്യമായി നിസ്കരിക്കണം. സുഹൃത്തുക്കളെ, ഏത് സംഭവം വന്നാലും അള്ളാന്റെ മുമ്പിലുള്ള സുജൂദ് കൈയൊഴിക്കരുത്. നേരത്തെ നിസ്കാരം നിർവഹിക്കണം. കഴിവുള്ളവർ സകാത്ത് കൊടുക്കണം, നോമ്പെടുക്കണം, ഹജ്ജ് ചെയ്യണം. അള്ളാഹു കൽപ്പിച്ചതൊക്കെ എടുക്കണം. കുടുംബ ബന്ധം ചേർക്കണം. കുടുംബങ്ങൾ തമ്മിൽ തെറ്റി ജീവിച്ചാൽ ഒരൊറ്റ അമലും അല്ലാഹു സ്വീകരിക്കൂല, ഒരു ദുആക്കും അല്ലാഹു ഉത്തരം തരൂല. കുടുംബ ബന്ധം ചേർക്കണം. അയൽവാസികൾക്ക് നന്മ ചെയ്യണം. പ്രായമുള്ളവരെ ബഹുമാനിക്കണം. കുട്ടികളോട് കാരുണ്യം കാണിക്കണം. നബി കുടുംബത്തെ അഹ്ലു ബൈത്തിനെ സ്നേഹിക്കണം, ആദരിക്കണം. പണ്ഡിതന്മാരോട് ബഹുമാനം വേണം. ബാപ്പ ഉമ്മയോട് വലിയ ആദരവ് വേണം. കുട്ടികളോട് കാരുണ്യം വേണം. സ്വന്തം ഭാര്യമാരോട് നല്ല പെരുമാറ്റമാകണം. അവരെ ശല്യം ചെയ്യുന്ന, പീഡിപ്പിക്കുന്ന സ്വഭാവമാകരുത്. ഭർത്താവിന്റെ പൊരുത്തം വാങ്ങുന്ന സ്വഭാവം ഭാര്യമാർക്കുണ്ടാകണം. അങ്ങനെ നല്ല സ്വഭാവത്തോടെ തീവ്രവാദിയോ ഭീകരവാദിയോ ആകാതെ, വർഗീയവാദിയാകാതെ, അക്രമം ചെയ്യുന്നവനാകാതെ എല്ലാ മനുഷ്യരെയും മനുഷ്യരായി കണ്ട് നല്ല ജീവിതം നയിക്കണം. ഹറാമിലൂടെ ഒരു നയാകാശം എനിക്ക് വേണ്ട എന്നുറപ്പിച്ചു വെക്കണം. ഒരിക്കലും തന്നെ മദ്യത്തിന്റെ പിന്നാലെ, ലഹരിയുടെ പിന്നാലെ പോകരുത്. ഒരിക്കലും പലിശക്കാരനായി പോകരുത്. മറ്റൊരാളെ ഹക്ക്
ഒരു നയാകാശം നമ്മളെ ജീവിതത്തിലേക്ക് വന്നു പോകരുത്. എന്റെ രഹസ്യവും പരസ്യവും അറിയുന്ന റബ്ബുണ്ടെന്ന ബോധം വേണം. ഒരു പെണ്ണിനെയും അതാ അന്യപെണ്ണിനെ ചാറ്റ് ചെയ്യാൻ പോകുന്നവനാകരുത്. ഒരു അന്യപുരുഷനെ വിളിച്ച് ശല്യം ചെയ്യുന്ന പെണ്ണാകരുത്. ഇന്നല്ലാഹ കാന അലൈക്കും റഖീബാ, നിങ്ങളെ നന്നായി അല്ലാഹ് കാണുന്നുണ്ട് കേട്ടോ, അല്ലാഹു വീക്ഷിക്കുന്നുണ്ട് കേട്ടോ, അവന്റെ മലക്കുകൾ റിക്കാർഡാക്കുന്നുണ്ട് കേട്ടോ, അവന്റെ കോടതിയിൽ ഹാജരാക്കി ചോദ്യം ചെയ്യാനുണ്ട് കേട്ടോ. ഫമയ്യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറാ, ആരാണോ നന്മ കൂടുതൽ ചെയ്തത് അതിന്റെ ഗുണം അവൻ എത്തിക്കും. തിന്മയാണോ കൂടുതലെങ്കിൽ അമ്മാമൻ ഖഫ്ഫത്ത് മവാസീനുഹു, അതേ മനുഷ്യന്റെ നന്മയും തിന്മയും തൂക്കുമ്പോ തിന്മയാണ് കൂടുതലെങ്കിൽ അതേ അവന് കടക്കാനുള്ളത് ഉമ്മുഹു ഹാവിയ വമാ അദ്റാക മാ ഹിയ നാറുൻ ഹാമിയ. ഇവിടെയുള്ള തീയിന്റെ ചൂട് സഹിക്കാൻ നമ്മളെ കൊണ്ട് കഴിയുന്നില്ലല്ലോ. അതെ, എത്രയോ 15 ലക്ഷത്തോളം കോടി കിലോമീറ്റർ അകലെയുള്ള സൂര്യന്റെ ചൂട് താങ്ങാൻ കഴിയുന്നില്ലല്ലോ. ആ സൂര്യനെ വളരെ അടുത്ത് ഉദിപ്പിക്കുന്ന ദിനം വരാനുണ്ടല്ലോ. ഇവിടെയുള്ള തീയിന്റെ 70 ഇരട്ടി ചൂടുള്ള ജഹന്നമിന്റെ തീയുണ്ടല്ലോ. അത് സഹിക്കാൻ കഴിയില്ലെന്നുറപ്പിച്ചു വെക്കണം. സ്വർഗം നേടാനുള്ള ചിന്തകൾ വേണം, അതിനു വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ വേണം. അത് റബ്ബിന്റെ പൊരുത്തത്തിനു വേണ്ടി മാത്രമായിരിക്കണം. മറ്റ് യാതൊരാളെയും ബോധ്യപ്പെടുത്താനല്ല, പേര് കിട്ടാനല്ല, പത്രത്തിൽ പേര് വരാനല്ല. അല്ലാഹുവിന്റെ പൊരുത്തത്തിനു വേണ്ടി അധ്വാനിച്ച് പഠിച്ച് ആലിമീങ്ങളാകണം. മുതഅല്ലിമീങ്ങളെ, ഇൽമ് അനുസരിച്ച് പഠിക്കുന്നതും അറിയുന്നതും അനുസരിച്ച് ജീവിക്കാൻ നോക്കണം യുവാക്കളെ. എപ്പോഴാണ് മലക്കുൽ മൗത്തിന്റെ വരവെന്നറിയില്ലല്ലോ. യാത്രക്ക് ഒരുങ്ങി ജീവിക്കുന്നവൻ ബുദ്ധിയുള്ളവൻ തന്നെ. അല്ലാഹുവേ, മരണം മുന്നിലുണ്ടെന്ന ബോധത്തോടുകൂടി ഈമാനോടെ തഖ്വയോടെ ജീവിക്കാൻ ഞങ്ങൾക്ക് നീ ഭാഗ്യം തരണം റഹ്മാൻ. ആ ഒരു ജീവിതത്തിനു വേണ്ടി ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ ആരോ അവനാണ് യഥാർത്ഥത്തിൽ ബുദ്ധിയുള്ളവൻ, അവനാണ് യഥാർത്ഥത്തിൽ ചിന്തയുള്ളവൻ. ഒരിക്കലും മനുഷ്യൻ പോത്തിനെ പോലെ അല്ല. പോത്ത് ഇവിടെ ഒന്നുകിൽ പടച്ച് ചത്തുപോകും, അല്ലെങ്കിൽ അതിനെ അറുക്ക് പതവിടുന്നത് കൊണ്ട് അതിന്റെ മാംസം ആളുകൾക്ക് ഉപകാരത്തിനെത്തും. ഈ പോത്തിനെ പോലെയാണ് മനുഷ്യൻ എന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റില്ല. അതേപോലെ കൊതുകിനെ പോലെയാണെന്ന് പറയാൻ പറ്റുമോ? കൊതുക് ഇവിടെ അല്പസമയം ജീവിച്ച് ചത്തുപോകുന്നുണ്ട്. ഇതുപോലെയാണ് മനുഷ്യനെന്ന് പറയാൻ പറ്റുമോ? കാരണം എല്ലാ ജീവികളെയും അല്ലാഹു മനുഷ്യൻ അധീനപ്പെടുത്തി കൊടുത്തു. എല്ലാ ജീവികളെയും മനുഷ്യന് വേണ്ടി അല്ലാഹു സൃഷ്ടിച്ചു കൊടുത്തു. അതുകൊണ്ടല്ലേ വലിയ ആനകളെ നിയന്ത്രിക്കുന്ന മനുഷ്യനുണ്ട്, വലിയ സിംഹങ്ങളെ പോറ്റുന്ന മനുഷ്യനുണ്ട്, നരിയും പുലിയുമൊക്കെ മനുഷ്യന്റെ കൂട്ടിൽ ജീവിക്കുന്നുണ്ട്, കൂട്ടിലിട്ട് വളർത്തുന്നുണ്ട്. എന്നാൽ ലോകത്തെവിടെയെങ്കിലും ഒരാന മനുഷ്യനെ വളർത്തുന്നുണ്ടോ? എവിടെയെങ്കിലും പുലിയോ നരിയോ സിംഹമോ മനുഷ്യനെ വളർത്തുന്നുണ്ടോ? പാമ്പിനെ വളർത്തുന്ന മനുഷ്യരുണ്ട്, മനുഷ്യനെ വളർത്തുന്ന പാമ്പില്ല. സുഹൃത്തുക്കളെ, എല്ലാ ജീവികളെയും മനുഷ്യൻ അല്ലാഹു തആല അധീനപ്പെടുത്തി കൊടുത്തു. എന്നതിൻ്റെ പുറമെ മനുഷ്യന് ആവശ്യമുള്ളതെല്ലാം അല്ലാഹു സൃഷ്ടിച്ചു കൊടുത്തു, ആവശ്യത്തിനനുസരിച്ച് സൃഷ്ടിച്ചു കൊടുത്തു. നമുക്കറിയാമല്ലോ, സുബ്ഹാനല്ലാഹ്, എന്തെല്ലാം സൃഷ്ടികളെയാണ് അല്ലാഹു സൃഷ്ടിച്ചു തന്നത്. അതിൽ അല്ലാഹുവിൻ്റെ സൃഷ്ടികളിൽ ഭക്ഷ്യവസ്തുക്കളുണ്ട്, അതെണ്ണി പറഞ്ഞു തീർക്കാൻ കഴിയില്ല. സുബ്ഹാനല്ലാഹ്, മാങ്ങയുടെ സീസണാണ്,
മാങ്ങ തന്നെ എത്ര വിധമാണുള്ളതെന്ന് പറഞ്ഞു തീർക്കാൻ കഴിയില്ല. എല്ലാം ഒരേ മണ്ണിൽ, ഒരേ വളം, ഒരേ വെള്ളം, അത് ഉപയോഗിച്ചുകൊണ്ട് വളരുന്ന മാവ്, മാങ്ങാമരം. അതിൽ പലതിൻ്റെയും മാങ്ങയുടെ രുചി വെവ്വേറെയാണ്. അവിടെ തന്നെ അതിൻ്റെ തൊട്ടടുത്തുള്ള വേറെ ഒരു മരം, ആ മരത്തിലുണ്ടാകുന്നത് ചക്കയാണ്. അതിൻ്റെ രുചിയും രൂപവും ഒന്ന് വേറെയാണ്. അതിൻ്റെ നേരെ അപ്പുറത്ത് അതാ പേരക്കമരം ഉണ്ടായിരിക്കുകയാണ്. അതിൻ്റെ രുചിയൊന്ന് വേറെയാണ്. എത്ര സൈസ് പേരക്കയാണ്, എത്ര ഇനം മാങ്ങയാണ്, എത്ര ഇനം ചക്കയാണ്. ഇനി നിങ്ങൾ ഞാൻ പറയാത്ത ഓരോ ഫ്രൂട്ട്സുകളും നിങ്ങൾ സ്വയം ചിന്തിച്ചോളൂ, എത്ര എത്ര ഇനങ്ങളുണ്ട്. ഇതെല്ലാം മനുഷ്യന് വേണ്ടി റബ്ബ് സൃഷ്ടിച്ചു തന്നതല്ലേ. ഇനി ധാന്യങ്ങളിലേക്ക് കടന്നാലോ, ഒരു ഭാഗത്ത് പയറുണ്ട്, വേറൊരു ഭാഗത്ത് കടലയുണ്ട്, അതിൻ്റെ ഇപ്പുറത്ത് ചോളമുണ്ട്, അതിൻ്റെ അപ്പുറത്ത് ഗോതമ്പുണ്ട്, അതിൻ്റെ ഇപ്പുറത്ത് നെല്ലുണ്ട്, അതിൻ്റെ ഇപ്പുറത്ത് രായിയുണ്ട്, മുത്താറിയുണ്ട്. ഇങ്ങനെ എത്ര എത്ര ധാന്യങ്ങളാണ്. അതിൻ്റെ സൃഷ്ടിപ്പ് തന്നെ എന്തൊരു അത്ഭുതമാണ്. സുബ്ഹാനല്ലാഹ്. രായി എന്ന് പറയുന്ന സാധനം ഒരു ചെറിയ കതിര്, അതിലുള്ള സാധനം ചെറിയ കടുപോലെ, വളരെ ചെറുത്, പക്ഷേ ആരോഗ്യത്തിന് വളരെ നല്ലത്. അതേ അരി പോലെ ഷുഗറിന്റെ പ്രശ്നം ഇല്ല, അതുപോലുള്ള പ്രയാസങ്ങളില്ല. അത് കാണാൻ എന്തൊരു ഭംഗിയാണ്, അതിൻ്റെ സൃഷ്ടിപ്പ് കാണാൻ എന്തൊരു ഭംഗിയാണ്. സുഹൃത്തുക്കളെ, മറ്റു ചില സാധനങ്ങൾ, അതേ വാഴപ്പഴം, ആ വാഴപ്പഴം എത്ര ഇനം വാഴയാണ്, എത്ര ഇനം പഴമാണ്. അതിൽ തന്നെ ചിലത് പഴുത്താൽ അതിൻ്റെ തോല് മഞ്ഞ കളറാണ്, വേറെ ചിലത് പഴുത്താലും അതിൻ്റെ തോല് പച്ചക്കളറ് തന്നെയാണ്. ഇങ്ങനെ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ. റബ്ബ് സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ചു എന്ന ഫ്രൂട്ട്സുകൾ എത്ര, ധാന്യങ്ങൾ എത്ര. എന്നാൽ ഫ്രൂട്ട്സ് ആണോ? അല്ല. ധാന്യമാണോ? അല്ല. മറ്റൊന്നാണല്ലോ നമ്മുടെ തേങ്ങ. അതിനെപ്പറ്റി ഫ്രൂട്ട്സ് എന്ന് പറയാൻ പറ്റുമോ? അതല്ല. അതിനെ സംബന്ധിച്ച് ധാന്യമെന്ന് പറയാൻ പറ്റുമോ? അതിൻ്റെ അത്ഭുതമല്ലേ അതിൻ്റെ വിഷയം. അതിൻ്റെ വെള്ളം ചെറിയ മച്ചിങ്ങയായിരുന്ന സമയത്ത്, ഞങ്ങളുടെ നാട്ടിൽ വെളിച്ചില് എന്ന് പറയും, ആ ചെറിയ മച്ചിങ്ങയായ സമയത്ത് അത് പിളർന്നു നോക്കിയാൽ അതിലൊരുറ്റ് വെള്ളമില്ല. കുറച്ച് ദിവസം കഴിയുമ്പോൾ അതിൽ നിറയെ നല്ല മധുരമുള്ള വെള്ളമാണ്. അത് തന്നെ കുറച്ചുകൂടി വളരുമ്പോൾ, അതിൻ്റെ കാമ്പിന് ശക്തി കൂടുമ്പോൾ അത് തേങ്ങയായി മാറുകയാണ്. അപ്പോൾ അതിൻ്റെ രുചിയൊന്ന് വേറെയാണ്. ആ തേങ്ങയെന്ന് പറയുന്ന വസ്തു, സുബ്ഹാനല്ലാഹ്, അതിൽ നിന്ന് നമുക്ക് എണ്ണ ലഭിക്കുകയാണ്. അങ്ങനെ തുടങ്ങി ഒരുപാട് ഉപകാരങ്ങളാണ്. പറഞ്ഞാലുണ്ടോ തീരുന്നു. അല്ലാഹു മനുഷ്യന് ആവശ്യത്തിന് എന്തെല്ലാം സംവിധാനങ്ങളാണ് ചെയ്തു കൊടുത്തത്. അതോടുകൂടെ മനുഷ്യന്റെ ഖിദ്മത്തിന് എത്ര ജീവികളെയാണ് അല്ലാഹു പടച്ചു വെച്ചത്. സുബ്ഹാനല്ലാഹ്. നമ്മുടെ കല്യാണം കഴിഞ്ഞ വീട്ടിൽ, ആ വീട്ടിന്റെ പരിസരത്ത് ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങൾ കൊണ്ടുപോയി തട്ടിയപ്പോ അതവിടെ നിന്ന് നാറിയിട്ടെടുക്കാൻ കഴിയില്ലായിരുന്നു. അവിടെ കഥാസേവനത്തിന് വരുന്നൊരു ജീവി, ആ ജീവിയല്ലേ നായ. അത് നേരെ വന്നിട്ട് ആ ഭക്ഷണത്തിന്റെ അവശിഷ്ടങ്ങളൊക്കെ കാർപ്പറ്റടിക്കുന്ന മെഷീന് അതാ പൊടിപടലങ്ങൾ വയറ്റിലാക്കും പോലെ അത് മുഴുവനും ആ നായ തിന്ന് കളിയുകയാണ്. അതോടെ ആ വൃത്തികേട് നമ്മിൽ നിന്ന് രക്ഷപ്പെടുകയാണ്. അങ്ങനെ ഒരു ജീവിയെ ഖിദ്മത്തിന് വെച്ച റബ്ബ് ആ നായയുടെ കൂട്ടത്തിൽ തന്നെ മുഅല്ലമായ നായയുണ്ട് എന്ന് പറഞ്ഞാലോ, വേട്ട പഠിപ്പിക്കപ്പെട്ടാൽ അതാ ബിസ്മിയും ചൊല്ലി പറഞ്ഞേച്ചാൽ ആ നായ പിടിച്ചുകൊണ്ടുവരുന്ന മൃഗത്തെ നമുക്ക് തിന്നാൻ പറ്റുന്നു. അങ്ങനെയുള്ള നായയുണ്ട്. അതേ വീട്ടിൽ കാവലിനിരിക്കുന്ന നായയുണ്ട്. വലിയ വലിയ കേസുകൾ വരുമ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യം തെളിയിക്കാൻ വേണ്ടി പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഉപയോഗപ്പെടുത്തുന്ന ബഹുമാനപ്പെട്ട പോലീസ് നായയുണ്ട്. സുബ്ഹാനല്ലാഹ്.
എന്തെല്ലാം ജീവികൾ, ഞാനൊരു ചെറിയ ഉദാഹരണം പറഞ്ഞാണ്, എന്തെല്ലാം സാധനങ്ങളെയാണ് അല്ലാഹു തആല മനുഷ്യന് വേണ്ടി പടച്ചു കൊടുത്തിട്ടുള്ളത്. ആ മനുഷ്യൻ അവന് അല്ലാഹു നൽകിയ വലിയ ഒരു പ്രാധാന്യമാണ് വിശേഷ ബുദ്ധി. അത് വേറെ ജീവികൾക്കില്ല. അതുകൊണ്ടാണ് നായ അതിന് അറുത്തിട്ട് കൊടുത്താലും ചാത്തിട്ട് കിട്ടിയാലും രണ്ടും മൂപ്പരുത്തുന്നു. നാറുന്നതിൽ നിന്നും പൊരിച്ചു കൊടുത്താൽ പൊരിച്ചു കൊടുത്തുന്നു, വേർതിരിവില്ല. പോത്ത്, എരുമ അങ്ങാടിയിലൂടെ നടക്കുമ്പോ എന്റെ ഔറത്ത് മറക്കണമെന്നുള്ള ചിന്തയില്ല, വിശേഷ ബുദ്ധിയില്ല, ഹറാമ് ഹലാലിനെ കുറിച്ചുള്ള ചിന്തയില്ല. സുബ്ഹാനല്ലാഹ്, എനിക്കൊന്ന് കുളിച്ച് വൃത്തിയാകണമെന്ന് സ്വന്തത്തിൽ ചിന്തയില്ല, പല്ല് തീരെ തേക്കലില്ല, കഴിക്കുന്ന ഭക്ഷണം വൃത്തി വേണമെന്ന ചിന്തയില്ല, പ്ലേറ്റ് തീരെ കഴുകലില്ല. കാരണം വൃത്തിയോടെ ജീവിക്കണമെന്ന ചിന്തയില്ല. ഇതേപോലെ സുബ്ഹാനല്ലാഹ് ലിബറലിസമാണ്. അതേ, നമുക്കറിയാമല്ലോ, പൂവൻകോഴി പെടക്കോഴിയുടെ പിന്നാലെ ഓടുകയാണ്. അവിടെ നിക്കാഹ് ചെയ്യണമെന്ന ചിന്തയില്ല. ജീവികൾക്കൊന്നും തന്നെ വിശേഷ ബുദ്ധിയില്ല. അതുകൊണ്ട് അതിന്റെ തോന്നിവാസം അതങ്ങനെ ജീവിക്കുകയാണ്. മനുഷ്യൻ അങ്ങനെയാണോ? മനുഷ്യൻ അല്ലാഹു തആല വിശേഷ ബുദ്ധി കൊടുത്തിട്ടില്ലേ? ആ വിശേഷ ബുദ്ധി കൊണ്ട് ഞാൻ എന്തിനാണെന്ന് ചിന്തിക്കണം, എന്നെ എന്തിനാണ് പടക്കപ്പെട്ടതെന്ന് ആലോചിക്കണം, ആരാണ് എനിക്ക് ഈ സൗകര്യങ്ങൾ മുഴുവൻ ചെയ്തു തന്നതെന്ന് ആലോചിക്കണം. അങ്ങനെ ചിന്തിക്കുമ്പോൾ മനുഷ്യന് കണ്ടെത്താൻ കഴിയും. വന്നുർ ഇലാ നഫ്സിക സുമ്മന്തഖിലി ലിൽ ആലമിൽ ഉൽവി ثم سوفلي تجد به صنعا بديع الحكم لكن به قام دليل العدم. ഇതിനെല്ലാം സൃഷ്ടിച്ച് സംവിധാനിച്ച് സംരക്ഷിച്ചു വരുന്ന ഒരു റബ്ബുണ്ട്. ആ റബ്ബിനാണ് അധികാരം. സുബ്ഹാനല്ലാഹ്, ഇന്ന് നേരം വെളുത്ത് പത്രം കിട്ടി നോക്കുമ്പോ 1 ഡസനിലധികം ആളുകൾ പൊട്ടിത്തെറിച്ച് മരിച്ചു പോയിരിക്കുന്നു. എന്തേ? ഇവിടെ ഒരാൾക്കും പടച്ചവന്റെ തീരുമാനം മറികടക്കാൻ കഴിയില്ല. കഴിഞ്ഞ കൊല്ലം എല്ലാവരും കിടന്നുറങ്ങി. അങ്ങനെ വയനാട്ടിലുള്ള ആളുകളും ഉറങ്ങി. ഒരു സ്ഥലത്തുള്ള ഒരു നാട് അങ്ങനെ തന്നെ നേരം വെളുത്ത് നോക്കുമ്പോ കാണാനില്ല. വീടുകളും സ്ഥാപനങ്ങളും അടക്കം മനുഷ്യന്മാരൊക്കെയും മണ്ണിന്റെ അടിയിൽ ഒലിച്ചുപോയി. എല്ലാം നിയന്ത്രിക്കുന്ന റബ്ബിന്റെ അധികാരം ഇവിടെ നടപ്പാകുന്നു. അമേരിക്കയുടെ പ്രസിഡന്റിന് തലവേദന വന്നാൽ വീറ്റോ ചെയ്യാൻ പറ്റില്ല. വലിയ ഭീഷണി മുടക്കുന്ന ട്രംപിന് തലവേദന വന്നാൽ അത് തടുക്കാൻ കഴിയില്ല. സുബ്ഹാനല്ലാഹ്, ഒരു രാഷ്ട്രത്തലവനും അവന്റെ ഊരവേദന തടുക്കാൻ കഴിയില്ല. അതേ, സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസിന് അതാ ഹാർട്ട് രോഗം വന്നാൽ, കിഡ്നി രോഗം വന്നാൽ, ക്യാൻസർ വന്നാൽ, ട്യൂമർ വന്നാൽ അത് സ്റ്റേ ചെയ്യാൻ കഴിയില്ല. അധികാരമുള്ളവൻ ഒന്നേ ഉള്ളൂ, അവനാണ് അല്ലാഹ്. ആ അല്ലാഹുവിലേക്ക് ഖൽബ് തിരിച്ച് ജീവിക്കുന്നവനാണ് മുഅ്മിൻ. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഹൃദയത്തിന്റെ സമാധാനം അല്ലാഹുവിലേക്ക് മനസ്സ് തിരിച്ച് ജീവിക്കുമ്പോഴാണ്. അതേ, ഖുല്ലൻ യുസീബനാ ഇല്ലാ മാ കതബല്ലാഹു ലനാ ഹുവ മൗലാനാ. എന്തിവിടെ സംഭവിക്കുന്നുണ്ടോ അത് മുഴുവനും അല്ലാഹുവിന്റെ തീരുമാനം നടപ്പാക്കുകയാണ്.
മാ അസാബ മിൻ മുസീബത്തിൻ ഫിൽ അർളി വലാ ഫീ അൻഫുസികും ഇല്ലാ ഫീ കിതാബിൻ മിൻ ഖബ്ലി അൻ നബ്റഅഹാ ഇന്ന ദാലിക അലല്ലാഹി യസീർ. ഇവിടെ എന്ത് കാര്യങ്ങൾ നടക്കുന്നുണ്ടോ നടക്കാതിരിക്കുന്നുണ്ടോ, ഏത് വിഷയങ്ങൾ സംഭവിക്കുന്നുണ്ടോ, ശരീരത്തിലാണെങ്കിലും ഭൂമിയിലാണെങ്കിലും എവിടെയാണെങ്കിലും അതെല്ലാം നേരത്തെ തീരുമാനിച്ച് റെക്കോർഡാക്കിയ കാര്യങ്ങൾ ഇവിടെ നടപ്പാക്കുകയാണ്. പുതുതായി ഇവിടെ ഒന്നും നടക്കുന്നില്ല. അത് ശരിക്കും മനസ്സിലങ്ങ് ആഴ്ന്നിറങ്ങിയാൽ സഹോദരിമാരെ, ബാപ്പയോ ഭർത്താവോ മക്കളോ ആര് മരിച്ചാലും പിന്നെ നെഞ്ഞത്തടിക്കൂല, നിലത്ത് വീണുരുളൂല. ഇദാ അസാബത്തുഹും മുസീബത്തുൻ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അല്ലാഹുവിലേക്ക് മടങ്ങിപ്പോകുന്നവരാണ് നമ്മളൊക്കെ അല്ലാഹുവിനുള്ളതാണ്. അവന്റെ സൃഷ്ടിയിൽ അവന്റെ ഇഷ്ടപ്രകാരം തീരുമാനം നടപ്പാക്കുകയാണ്. അതിനെനിക്ക് കംപ്ലൈന്റ് ഇല്ല, ക്ഷമയോടെ ജീവിക്കുകയാണ്. ഞാൻ എൻ്റെ പ്രസംഗം നീട്ടുന്നില്ല, ബറക്കത്തിന് വേണ്ടി മാത്രം ഒരു ചെറിയ സംഭവം പറയട്ടെ.